ക്ലാസ് 11 CBSE കടന്നു. ഇതാ നല്ല രീതിയിൽ നമ്മൾ ഓരോ സബ്ജക്റ്റും പഠിച്ച് മുന്നോട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ ബയോളജിയുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം പല തരത്തിലുള്ള ടേംസുകളും, അതായത് ഓരോ റീജിയൻസും നമ്മൾ കൂടുതൽ ഇൻ ഡെപ്ത് ആയിട്ട് പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. 10th CBSE നമ്മൾ ഓരോ പ്രോസസ്സുകൾ പഠിക്കുമെങ്കിലും ഇവിടെ എന്ത് ചെയ്തു, കുറേ ടെക്നിക്കൽ ടേംസും കൂടുതലുണ്ട്. അത് മാത്രമല്ല ഓരോ ടെക്നോളജി ബേസിൽ അതിനെ ഡെപ്തിൽ പഠിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അത് നല്ല ട്രാക്കിൽ പോകണമെങ്കിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ 11th CBSE ആയിക്കോട്ടെ, നിങ്ങൾ 12th CBSE എത്തിയാൽ തന്നെ അപ്പോൾ അവിടെയും എന്താണ്, കൂടുതൽ ക്വസ്റ്റ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് നമ്മുടെ ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ടും സയൻറ്റിസ്റ്റുകളെ പറ്റിയും പലതരത്തിലുള്ള കിങ്ഡംസ്, അതായത് ക്ലാസിഫിക്കേഷൻസും അതിനുള്ളിലുള്ള 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഓരോ കിങ്ഡവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ യൂക്കാരിയോട്ടിക് കിങ്ഡംസ് ഇൻ ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ വിറ്റേക്കർ ആണ്. നമ്മൾ കാൾ ലീനിയേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ അരിസ്റ്റോട്ടലിൽ പഠിച്ചു കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതായത് 5 കിങ്ഡത്തിന്റെ R.H. വിറ്റേക്കറുടെ ക്ലാസിഫിക്കേഷനും പഠിക്കുന്നുണ്ട്. ഇവിടെ 5 കിങ്ഡം ആണ്, അതായത് 5 കിങ്ഡംസ് ആണ് പഠിക്കുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതൊക്കെയാണ് യൂക്കാരിയോട്ടിക് കിങ്ഡംസ് എന്നാണ്. നമ്മൾ പ്രോകാരിയോട്ട് ആൻഡ് യൂക്കാരിയോട്ട് സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ കിങ്ഡം മൊണീറ മാത്രമാണ് പ്രോകാരിയോട്ട്സ് ആയിട്ട് വരുന്നത് അല്ലേ. അവർ എക്സ്ക്ലൂസീവ്ലി എന്താണ്, യൂണിസെല്ലുലർ പ്രോകാരിയോട്ട്സ് ആണ്. പക്ഷേ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ യൂക്കാരിയോട്ടിക് കിങ്ഡംസ് ആയിട്ട് വരുന്നത് നമ്മുടെ പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് ആനിമേലിയാണ്. അതായത് ഈ 5 കിങ്ഡത്തിൽ അവസാനത്തെ 4 കിങ്ഡംസ് എന്താണ്, യൂക്കാരിയോട്ടിക് കിങ്ഡംസ് ആണ്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇതുപോലെ സ്പെസിഫൈ ചെയ്ത് ഓരോ കിങ്ഡവും ഐഡന്റിഫൈ ചെയ്യാൻ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദ യൂസസ് ഓഫ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആൻഡ് ആർക്കി ബാക്ടീരിയ വിച്ച് ആർ ഇക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ ഈ ഒരു സിലബസിൽ വരുന്നതാണ്. അപ്പം ആ രീതിയിൽ ആപ്ലിക്കേഷൻസും നല്ല രീതിയിൽ നോക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന കിങ്ഡം മൊണീറ, അതായത് മിസ് നേരത്തെ പറഞ്ഞ യൂണിസെല്ലുലാർ പ്രോകാരിയോട്ട്സിലെ ഫസ്റ്റ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓഫ് വിറ്റേക്കറുടെയാണ് കിങ്ഡം മൊണീറ. അത് നമുക്കറിയാം എക്സ്ക്ലൂസീവ്ലി ബാക്ടീരിയയുടെ ഒരു ഏരിയ ആണ് അല്ലേ. അതിൽ അവരുടെ ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ, ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്നൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഇവരുടെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന എക്കണോമിക് ഇമ്പോർട്ടൻസ് ഏതൊക്കെ വരുന്നു എന്നാണ്. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണെങ്കിൽ നമുക്കറിയാം നൈട്രജൻ ഫിക്സിങ്, അതുപോലെ തന്നെ അമോണിഫിക്കേഷനും നൈട്രിഫിക്കേഷനുമായിട്ട് ബാക്ടീരിയാസ് ഉണ്ട്. നമ്മുടെ റൂട്ട് നൊഡ്യൂൾസിൽ കാണുന്ന റൈസോബിയം ഒക്കെ എന്താണ്, നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാസ് ആണ്. അത് വലിയൊരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നതാണ്. രണ്ടാമത് നമ്മുടെ ചീസ്, കേർഡ്, അതുപോലെ ബിവറേജസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ട്. അപ്പം മിൽക്ക് പ്രോഡക്ട്സ് ഒബ്റ്റെയിൻ ചെയ്യാനും യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസും ഉണ്ട്. അതും എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ആർക്കി ബാക്ടീരിയ, ആദ്യമായിട്ട് പഠിക്കുന്ന ആർക്കി ബാക്ടീരിയ ഉണ്ടല്ലോ, അതിലും വലിയൊരു ഇമ്പോർട്ടൻസ്, അതായത് നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ബയോഗ്യാസ് പ്രൊഡക്ഷനിൽ വരുന്നതാണ് ഇത് മെത്തനോജൻസ്. അതായത് കൗ ഡങ്ങിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മെത്തനോജൻസ് എടുക്കുന്നു. അങ്ങനെ ആനിമൽ ഡങ്ങിൽ നിന്ന് നമുക്ക് മീത്തേൻ, അതായത് ബയോഗ്യാസ് പ്രൊഡക്ഷൻ നടത്തും. അപ്പോൾ ഇത്രയും എന്താണ് ഈ ബാക്ടീരിയാസിന്റെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. അപ്പോൾ അത് പോയിന്റ് ഔട്ട് ചെയ്താൽ ഇത് 2 മാർക്ക് 3 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മാർക്കിന് MCQs ആയിട്ടും അതല്ലാതെയും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സ്പാൻഡ് PPLO. അതും ബാക്ടീരിയയുടെ കേസിൽ തന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് പഠിക്കുന്നതാണ് മയോ പ്ലാസ്മയുടെ കാര്യത്തിലൊക്കെ. ഇവിടെ നോക്ക്, PPLO എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്കോപ്ലാസ്മ ആണെന്ന് നമുക്കറിയാം, പക്ഷെ ഇത് എക്സ്പാൻഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ PPLO എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് ആണ് വരുന്നത്. അതായത് PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. അപ്പം ഈ ഒരു ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം പണ്ട് ആനിമൽസിൽ കോസ് ചെയ്തത് ഈ മൈക്കോപ്ലാസ്മ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരും കൂടെ കൊടുത്തത്. അപ്പം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ ബയോളജിന്റെ കേസ് തന്നെ എടുത്താൽ ഇപ്പോൾ ബോട്ടണി ആയാലും സുവോളജി ആയാലും കുറേ ടേംസുകൾ വരുന്നുണ്ട്. നമ്മൾ 10th CBSE കണ്ടതുപോലെയല്ല, ഇൻഡെപ്ത് ആയിട്ട് ഓരോ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് എക്സാമ്പിൾസ് അടക്കം പഠിക്കാനുണ്ട്. അപ്പോൾ അത് ബൈ ഹാർട്ട് ചെയ്താൽ നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, കുറേ തവണ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സോൾവ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആവുകയും എവിടുന്ന് ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് മനസ്സിലാവുകയും അതിനനുസരിച്ച് ആ ഒരു പെർട്ടിക്കുലർ ഏരിയ നല്ല ഡെപ്തിൽ പഠിക്കാനും പറ്റും. അപ്പം നമ്മുടെ അഗ്നി ബാച്ചിൽ എന്ത് ചെയ്തു, ബയോളജി ക്ലാസിഫിക്കേഷൻ
ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പാർട്ട് ലൈവ് കഴിയുമ്പോഴും MCQ സീരീസിലൂടെയും ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ യൂണിറ്റ് ടെസ്റ്റിലൂടെയും പിന്നീട് മൊഡ്യൂൾ ടെസ്റ്റിലൂടെയും ഒക്കെ ആ ചാപ്റ്റർ നല്ല തറോ ആയിട്ടാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും, എസ്പെഷ്യലി ഇപ്പം നമ്മൾ മാത്സ് എടുത്ത് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എടുക്കുകയാണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ അത് സോൾവ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 12th CBSE ആണെങ്കിലും മെയിൻ ബോർഡ് എക്സാമിന് എയിം ചെയ്ത് നിൽക്കുമ്പോഴും ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഇപ്പോഴേ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലേക്ക് വന്നാൽ ഇത്രയും ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ പ്രൈസിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ട് എങ്കിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് എത്രയും വേഗം നമ്മുടെ ബാച്ചിലേക്ക് വരിക. ഓരോ ക്ലാസ്സിലും, അതായത് ഓരോ സബ്ജക്റ്റും ഡെപ്തിൽ പഠിക്കുന്നു, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു. പല തവണ എക്സാംസ് എഴുതി നമ്മൾ എന്ത് ചെയ്യുന്നു, പല രീതിയിൽ ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യനും എങ്ങനെ ഏത് രീതിയിൽ എഴുതണം എന്നൊക്കെ പഠിച്ച് സെറ്റ് ആവുന്നു. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാനും നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനും എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. All